എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 45 ഇന്ന് ആരംഭിക്കുന്നു. ഈ 45-ാമത്തെ അധ്യായത്തില് ദേവകി, വസുദേവര്, നന്ദൻ മുതലായിട്ടുള്ള പിതാക്കന്മാരെ ഭഗവാൻ ആശ്വസിപ്പിച്ചതും ഉഗ്രസേന മഹാരാജാവിനെ രാജാവായി വാഴിച്ചതും വിദ്യാഭ്യാസം കഴിച്ച ശേഷം ഗൃഹത്തിലേക്ക് മടങ്ങി വന്നതുമായിട്ടുള്ള കഥ പറയാണ്. അഥ ശ്രീമൽ ഭാഗവത ദശമസ്കന്ധ പഞ്ചചത്വാരിംശോऽധ്യായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈ ത്വദീയൈ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി പ്രസീദ അച്യുത മാരുതേശ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. പിതരാ ഉപലബ്ധാർത്ഥൗ വിദിത്വാ പുരുഷോത്തമഃ മാ ഭൂത് ഇതി നിജാം മായാം തഥാന ജനമോഹിനിം. ഈ അച്ഛനമ്മമാര് ഇങ്ങനെ ഈശ്വരനെ പോലെ നമസ്കാരം സ്തോത്രാദികളൊക്കെ ചെയ്യണത് കണ്ടപ്പോ, അച്ഛനമ്മമാര് ദേവകിയും വസുദേവരും ഇങ്ങനെ ചെയ്യണത് കണ്ടപ്പോ ഇവര് തന്റെ യഥാർത്ഥമായ ഈശ്വര തത്വം അറിഞ്ഞു. അതുകൊണ്ട് പുരുഷാർത്ഥം പ്രാപിച്ചവരായിട്ട് ഭവിച്ചിരിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലായി. ഈശ്വരനാണെന്ന് അറിഞ്ഞിരിക്കുന്ന ആ ശ്രീശുക ബ്രഹ്മർഷി മുതലായവര് ധാരാളമുണ്ട്, ദുർലഭമല്ല. താൻ പുത്രനാണെന്ന് അഭിമാനിക്കുന്നവര് പക്ഷെ ഇവരെ കൂടാതെ വേറെ ആരുമില്ല. തന്നെ കുറിച്ച് പുത്രപ്രേമം കാണിക്കുന്നതും കാണുന്നതും പരമാനന്ദ സ്വരൂപനായ തനിക്ക് അത് ആനന്ദജനകമാണ്. അവര് ഇപ്പൊ എന്നെ പുത്രനായിട്ട് കാണാൻ തന്നെയാണ് എനിക്ക് സന്തോഷം എന്ന് ഭഗവാൻ തോന്നി. അവരുടെ ആ തപോഫലവും അനുഭവയോഗ്യമാകും, അതും വേണം. തപോഫലവും അനുഭവയോഗ്യമാകും വേണം, പുത്രസ്നേഹം കാണിക്കും വേണം. അതുകൊണ്ട് ഇവർക്ക് ഇപ്പൊ എന്റെ നേരെ ബ്രഹ്മത്വ ഭാവനയല്ല, പുത്രഭാവന തന്നെയാണ് ഇപ്പൊ വേണ്ടത് എന്ന് ഭഗവാന് തോന്നി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്തു? സകല ജനങ്ങളെയും പിതൃപുത്രഭാവത്താൽ അന്യോന്യം ബന്ധിക്കുന്ന ആ നിജശക്തിയായ മായയെ ദേവകി വസുദേവന്മാരെ ഞങ്ങൾ പ്രയോഗിച്ചു. അപ്പൊ എന്തായി? പെട്ടെന്ന് അവർക്ക് അയ്യോ എന്റെ കുട്ടികള് എന്ന് അവർക്ക് അങ്ങോട്ട് തോന്നി. അതാണ്ടായത്. അത് ഭഗവാൻ പ്രസാദിച്ച യഥാർത്ഥ ജ്ഞാനം ഉണ്ടാവാൻ പിന്നെ ഒട്ടും താമസമൊന്നും ഇല്ലല്ലോ. അപ്പൊ ഭഗവാൻ അവരുടെ നേരെ പ്രസാദിച്ചുകൊണ്ടാണല്ലോ അവരെ അമ്മ-അച്ഛന്മാരായിട്ട് തന്നെ സ്വീകരിച്ചത്. അവതാരകാര്യം സാധിക്കാൻ ഇനിയും മനുഷ്യനാട്ടെ ആവശ്യമാണ്. അപ്പോ തന്റെ പിതാക്കന്മാര് ഇപ്പൊ അത് ബ്രഹ്മജ്ഞാനികളായാൽ അവർക്ക് ഇനിമേൽ മനുഷ്യനാട്യം ഉണ്ടാവില്ല. അത് ഈ ലോകമര്യാദ പാലന സ്വരൂപമായിരിക്കുന്ന അവതാര പ്രയോജനം സാധിക്കുന്നതിന് തടസ്സമായിട്ട് വരും.
അതുകൊണ്ട് ഇവർക്ക് ഇപ്പോ ബ്രഹ്മജ്ഞാനം ഉണ്ടാവണ്ട എന്നുള്ള വിചാരം കൊണ്ട് മായയെ ഉപയോഗിച്ചു ഭഗവാൻ. സംസാരപാശം അറുത്ത് പരമഭക്തി ജനിപ്പിച്ച് ബ്രഹ്മജ്ഞാനം അനുഭവപ്പെടുത്തി മാതാപിതാക്കന്മാർക്ക് മുക്തി കൊടുക്കുന്ന ആ പരമാർത്ഥ ബോധത്തിനും സ്വപുത്രപ്രേമത്തിനും ഈശ്വരഭക്തിക്കും തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. എന്നുവെച്ചാൽ ലോകത്തില് ധനത്തെ അധികം സ്നേഹിക്കുന്ന ഒരാള് തന്റെ ദേഹത്തില് വ്യാധി ഉണ്ടായ അപ്പൊ വൈദ്യന് ധനം കൊടുത്ത് ആ രോഗം മാറാനായിട്ട് പരിശ്രമിക്കും അല്ലെ. അപ്പൊ എന്താ, അയാള് ധനത്തേക്കാൾ തന്റെ ദേഹത്തെയാണ് സ്നേഹിക്കണതെന്ന് തെളിയുള്ളൂ. കൈകാല മുതലായ അവയവങ്ങള് സർപ്പദർശം മുതലായ അപകടത്താൽ വിഷം കയറി മരിക്കും എന്ന് കണ്ടാൽ ആ അവയവങ്ങൾ മുറിച്ചു കളയാനായിട്ട് ജനങ്ങൾ സമ്മതിക്കാറുണ്ട്. ശസ്ത്രക്രിയകൾ കൊണ്ട് പല രോഗങ്ങളും മാറുന്നുമുണ്ട്. അപ്പൊ തന്റെ ദേഹത്തില് മുറിവേൽപ്പിക്കാനും അവയവങ്ങൾ മുറിച്ചു കളയാനും സമ്മതിക്കുന്നത് എന്താ? ദേഹത്തെക്കാളും സ്നേഹം ജീവനെ കുറിച്ചുള്ളത് കൊണ്ടാണല്ലോ. ഇങ്ങനെ പരമപ്രേമാസ്പദമായിരിക്കുന്ന ജീവനേക്കാൾ അധികരിച്ച സ്നേഹം ഒരാൾക്ക് പുത്രനെ കുറിച്ചുണ്ടാകുന്നു. ഇങ്ങനെ ജീവാധികാരമായിരിക്കുന്ന പുത്രപ്രേമം ഒരാള് ഈശ്വരനിൽ സമർപ്പിച്ചാൽ അതിനാണ് ഭക്തി എന്ന പേര്. പക്ഷെ ഈ നിത്യ അനിത്യ വസ്തു പരിജ്ഞാനം ഇല്ലാത്ത ആള് ഈ ജഡമായ ശരീരത്തിലുള്ള പ്രേമാധിക്യ നിമിത്തം പുത്രൻ, ഭാര്യ, മാതാവ്, ധനം, ധാന്യം, പശു, ഗൃഹം എന്നീ നശ്വര വസ്തുക്കളെ അധികം സ്നേഹിക്കുകയാണ് ചെയ്യണത് അല്ലെ. വിവേകമുള്ളവരോ ഈ സ്നേഹാധിക്യം ഈശ്വരനിൽ വെക്കണം. ഇത് തന്നെയാണ് ഭക്തി. അതുകൊണ്ട് ഭക്തിയുടെ സ്വരൂപം ഇന്നതാണെന്ന് അസുരബാലകന്മാരെ ധരിപ്പിക്കാൻ ഇച്ഛിച്ച പരമഭക്തനായ പ്രഹ്ലാദൻ ഭഗവാനോട് പ്രാർത്ഥിച്ച ശ്ലോകം ഭക്തിയുടെ സ്വരൂപത്തെ വിശദമാക്കുന്നുണ്ട്. യാ പ്രീതിരവിവേകാനാം വിഷയേഷ്വനപായിനി ത്വാം അനുസ്മരത സാ മേ ഹൃദയാൻ മാം അപസർപ്പതു. അവിവേകികൾക്ക് വിഷയങ്ങളിൽ ഉള്ള അത്യധികമായ ആ പ്രീതി ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്രീതി എനിക്ക് അങ്ങയില് സ്ഥിരമായിരിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് പ്രഹ്ലാദൻ പ്രാർത്ഥിച്ചത്. അപ്പൊ അത് ഈ പുത്രന്മാരിലുള്ള ആ സ്നേഹം നന്നായിട്ട് അറിഞ്ഞവർക്ക് മാത്രമേ ഭക്തിയുടെ സ്വരൂപം അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഗൃഹസ്ഥാശ്രമം സന്യാസാശ്രമത്തിന്റെ ആ ചവിട്ടുപടിയായിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തത്വങ്ങളെല്ലാം ആലോചിച്ചു നോക്കിയ ദേവകിക്കും വസുദേവനും തന്നെ കുറിച്ച് തോന്നിയ ആ ബ്രഹ്മഭാവത്തെ മറിച്ച് പുത്രഭാവത്തെ ജനിപ്പിക്കാൻ ഭഗവാൻ ഉദ്ദേശിച്ചത് അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. ഉവാച പിതരാവേത്യ സാഗ്രജ സാത്വദർശഭ പ്രശ്രയാവനത പ്രീണൻ അംബതാതേതി സാദരം. അവരുടെ ഹൃദയത്തില് പുത്രസ്നേഹത്തെ വർദ്ധിപ്പിച്ച രീതി 8 ശ്ലോകങ്ങൾ കൊണ്ടാണ് വിവരിക്കുന്നത്. എങ്ങനെയാണ് ഭഗവാൻ അത് ചെയ്തതെന്ന്. യാദവ ശ്രേഷ്ഠന്മാരായ ബലരാമനും ശ്രീകൃഷ്ണനും മാതാപിതാക്കന്മാരുടെ അടുത്ത് ചെന്ന് വിനയഭാവത്തോടെ അങ്ങോട്ട് നമസ്കരിച്ചു. രണ്ടുപേരും എന്നിട്ട് അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛാ എന്ന് പറഞ്ഞങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അമ്മയും അച്ഛനും. പ്രാകൃത ബാലന്മാരെ എങ്ങനെയാ അച്ഛനെയും അമ്മയും കാണുമ്പോ അങ്ങോട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കില്ല, അതുപോലെ അത്രയും സ്നേഹത്തോടും കൂടി കൊണ്ട് ചെന്ന് അവരുടെ മനസ്സിലങ്ങോട്ട് ആഹ്ലാദം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. രാമകൃഷ്ണവും ഊജതു രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് പറയണത്. നാസ്മത്തോ യുവയോസ്താദ നിത്യോത്കണ്ഠിതയോരവി ബാല്യ പൗകണ്ഡ കൈശോര പുത്രാഭ്യാം അഭവൻ കുചിൽ. ഞങ്ങളെ കുറിച്ചുള്ള അതിസ്നേഹ നിമിത്തം നിങ്ങൾക്ക് എപ്പോഴും വളരെ ഉത്കണ്ഠ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പുത്രന്മാരായ ഞങ്ങളുടെ ആ ബാല്യ അവസ്ഥകളില് മാതാപിതാക്കന്മാർക്ക് അനുഭവിക്കാവുന്ന യാതൊരു സുഖവും ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞങ്ങളെ ഒന്ന് കാണാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലല്ലോ. ഞങ്ങളിൽ നിന്നുള്ള ഒരു സുഖവും നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. ലബ്ധോ ദൈവകഥയോർ വാസോ നൗ ഭവദന്തികേ യാം ബാലാപിതൃഗേഹസ്ഥ വിന്ദന്തേ ലാളിതാമുദം. നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും സുഖം ഉണ്ടായിട്ടില്ല എന്ന് പറയാ. മാതാപിതാക്കന്മാരുടെ ഭവനത്തിൽ വളരുന്ന കുട്ടികള് അവരുടെ ലാളനകളൊക്കെ നിമിത്തം
എത്ര ലാളിക്കും അച്ഛനമ്മമാര് കുട്ടികളെ. ഏതുമാതിരി സന്തോഷം അനുഭവിച്ചു വളരണോ അങ്ങനെയുള്ള സന്തോഷാനുഭവം ഞങ്ങൾക്ക് ഉണ്ടായില്ല. ഭാഗ്യഹീനരായ ഞങ്ങൾക്ക് നിങ്ങളുടെ അരികത്ത് വരാൻ പോലും സംഗതി വന്നില്ലല്ലോ, നിങ്ങളുടെ അടുത്ത് വന്ന് താമസിക്കാൻ പോലും ഞങ്ങൾക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അവരോട് വിഷമമായിട്ട് പറയാം. പാവട്ടെ യശോദ അല്ലെ, യശോദ പ്രസവിച്ചതില് എത്ര സ്നേഹത്തോട് കൂടിയിട്ടാ ആ കുട്ടികളെ വളർത്തിക്കണത് യശോദയും രോഹിണിയും. എന്നിട്ട് അവരും ഇങ്ങനെ പറയുന്നു, പാവട്ടോ യശോദ. സർവാർത്ഥ സംഭവോ ദേഹോ ജനിത പോഷിതോ യഥാ ന തയോർയാതി നിർവേശം പിത്രോർമർത്യശതായുഷ. നിങ്ങളുടെയും ഞങ്ങളുടെയും ആഗ്രഹം സാധിക്കാൻ രണ്ടു കൂട്ടർക്കും സാധിച്ചില്ല. നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെയാണ് ആ ദുഃഖം ഉണ്ടായത്. എന്നാൽ വിശേഷ ദുഃഖം ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതെന്താ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ട് ധർമ്മഹാനി കൂടി ഞങ്ങൾക്കുണ്ടായി. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥത്തെയും സമ്പാദിക്കാൻ ഉപകരിക്കുന്ന ദേഹത്തെ ജനിപ്പിച്ച് വേണ്ട വിധം പരിപാലിച്ച മാതാപിതാക്കന്മാർക്കുള്ള കടം തീർക്കാൻ 100 വയസ്സുവരെ ജീവിച്ചിരുന്ന് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യന് കൂടി സാധിക്കില്ല അവരുടെ കടം വീട്ടാൻ. അങ്ങനെ ഇരിക്കെ ഇതുവരെ നിങ്ങളെ ഒന്ന് കാണാൻ കൂടി സാധിക്കാത്ത ഞങ്ങള് മാതാപിതാക്കന്മാർക്ക് ചെയ്യേണ്ട യാതൊരു ശുശ്രൂഷയും ചെയ്യാത്തവരല്ലേ. അപ്പൊ അവർക്ക് ആവശ്യം നടത്തേണ്ട ആ ധർമ്മം നടത്താത്തതായിട്ടുള്ള മഹാദുഃഖം കൂടി ഞങ്ങൾ അനുഭവിക്കാൻ ഇടവരും. യസ്തയോരാത്മജ കൽപ്പ ആത്മനാച ധനേന ച വൃത്തിം ന ദദ്യാൽ തം പ്രേത്യ സ്വമാംസം ഘാതയന്തിഹി. 100 വയസ്സുവരെ ജീവിച്ചിരിക്കുന്നതിന്റെ ഇടയില് ഏതൊരു പുത്രൻ സുഖത്തോടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അവസരത്തിൽ തന്റെ ശരീരാധ്വാനം കൊണ്ടും ധനം കൊണ്ടും മാതാപിതാക്കന്മാർക്ക് അവർക്ക് വേണ്ടുന്ന അന്ന വസ്ത്രാദികളൊക്കെ കൊടുത്ത് രക്ഷിക്കാതെ ഇരിക്കണം, അവൻ മരിച്ച ശേഷം പരലോകത്തിലെ യമദൂതന്മാര് അവന്റെ മാംസം തന്നെ അരിഞ്ഞെടുത്ത് അവന് ഭക്ഷിക്കാൻ കൊടുക്കും. ഇതിന് യാതൊരു സംശയമില്ല. അതാണ് മാതാപിതാക്കന്മാരെ രക്ഷിക്കാത്ത പുത്രന്മാർക്കുള്ള ശിക്ഷ. പറയാണ് ഭഗവാൻ ഭാഗവതത്തിൽ കൂടി അത് പ്രത്യേകിച്ച് പറയണം. മാതാപിതാക്കന്മാരെ രക്ഷിക്കാത്ത പുത്രന്മാര് അവർക്ക് നരകം തന്നെയാണ് ഫലം എന്ന് പറയുന്നത്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അമ്മ, അച്ഛൻ, ആചാര്യൻ, ഇവരാണ് ദൈവം. ആദ്യം അമ്മ, അച്ഛൻ, പിന്നെയുള്ളൂ ആചാര്യൻ. ഇവര് 3 പേരും ഈശ്വര തുല്യരാണ്. അതാണ് വേദവാക്യം. അത് ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.